ഹായ്, എന്തൊക്കെയുണ്ട്? പച്ചമുളക് വീണ്ടും എത്തി. ഇടയ്ക്കിടയ്ക്ക് പേപ്പർ വായിക്കുമ്പോൾ കാണുന്ന കോഴിയുടെ വില കൂടുന്നു, കോഴി ക്ഷാമം വരുന്നു, കോഴി മുട്ട കിട്ടാനില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ, മലയാളിക്ക് കോഴിയില്ലാതെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇന്ന് പച്ചമുളകിൽ നമുക്ക് കോഴി കൊണ്ടുള്ള പരീക്ഷണമായാലോ? നോക്കാം. കമാൻ. ഹായ് അബ്ദുൽ സലാം ചേട്ടാ, നമസ്കാരം. ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ടുള്ള ഒരു പരീക്ഷണമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അല്ലേ? ചിക്കൻ കൊണ്ട് എന്താണ് നോർത്ത് ഇന്ത്യൻ കറിയാണ് ചെയ്യുന്നത്. ഓക്കെ, കൊറിയാണ്ടർ ചിക്കൻ നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കൊറിയാണ്ടർ ചിക്കൻ അല്ലേ? എന്താണ് അതിന് വേണ്ടുന്ന മെയിനായിട്ട്? വേണ്ടത് ചിക്കൻ, തൈര്, ഫ്രഷ് ക്രീം, ഫ്രഷ്ഡ് കുരുമുളക്, സവാള, കറിവേപ്പില, ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പച്ചമുളക്, ഉപ്പ്, റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ആവാം, എല്ലാവരും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. കൊറിയാണ്ടർ ചിക്കൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് ആദ്യം അതിലേക്ക് മസാല ഒന്ന് അരച്ചെടുക്കാം. സാധാരണ നമ്മൾ മിക്സിയിലിട്ടാണോ അരയ്ക്കുന്നത്? അതെ, മിക്സിയിലിട്ടാണ്. കറിവേപ്പില, പിന്നെ പച്ചമുളക്. നോർത്ത് ഇന്ത്യൻ ഡിഷിന് അധികം എരിവ് ഉണ്ടാവാറില്ല. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് മാത്രമേ ഇടാവുള്ളൂ. ഇനി എന്താണ് നമ്മളൊന്ന് അരച്ചെടുക്കണം. ഇതിനി മിക്സിയിലിട്ട് അരച്ചെടുക്കണം അല്ലേ? ഇതാണ് നമ്മൾ എന്താ പറയുക, കൊറിയാണ്ടർ ചിക്കൻ ആണ്. ഇപ്പോൾ ചിക്കന് വേണ്ടുന്ന മസാലയാണല്ലേ? മസാലയാണ്. കുറച്ച് വെള്ളം. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല അരച്ച് എടുത്തു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ചട്നിയൊക്കെ പോലെ ഉണ്ടല്ലോ, ഗ്രീൻ ചട്നിയൊക്കെ പോലെ. നമ്മളിതിന് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല. അതൊരു ഫ്ലേവറിന് വല്ല വ്യത്യാസം അല്ല, നോർത്ത് ഇന്ത്യൻസ് അധികം ഉപയോഗിക്കാറില്ല. ഇനി വേണ്ടത് ജീരകം. നോർത്ത് ഇന്ത്യൻസിന്റെ കറി പ്രത്യേക മസ്റ്റ് ഐറ്റമാണ് ജീരകം എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ ഒക്കെ ഒരു മസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ജീരകം. ഇനി ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും. നല്ല സ്പൈസി ആണോ ഈ ഡിഷ്? അല്ല, അത്ര സ്പൈസി അല്ല. മലയാളികൾ അത്ര നോർത്ത് ഇന്ത്യൻസ് അത്ര സ്പൈസി അല്ല കഴിക്കുന്നത്. നമുക്ക് മലബാറിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലബാറിലൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല സ്പൈസി ആയിട്ടുള്ള ഡിഷാണ് അവർക്ക് താല്പര്യം. സ്പൈസി കൂടുതൽ ആന്ധ്രക്കാരാണ്. ഓക്കെ, ആന്ധ്രക്കാരാണ് ഏറ്റവും കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഡിഷ് കഴിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മലയാളികളാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കും. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ സവാളയും എല്ലാം എന്ത് വരും അല്ലേ? ഇതൊക്കെ ഞാൻ ഇവിടുന്ന് പഠിച്ചതാണ്. ഇതിൽ തന്നെ നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്, പിന്നെ ഉപ്പ് ചേർക്കേണ്ട കാര്യം നോക്കിയിട്ട് ചേർത്താൽ മതി. ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് ഉപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ തൽക്കാലം ഉപ്പ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്കിത് മസാല നമ്മൾ നേരത്തെ ചെയ്തു വെച്ച മസാലയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് ചിക്കൻ പീസ് ഇട്ടു. ഇത് ബോൺലെസ് ആണോ ചിക്കൻ? അല്ലല്ല, ബോൺ ചിക്കൻ ആണ്. ഇത് നമ്മൾ പച്ച ചിക്കൻ തന്നെയാണ് വേവിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര സമയം എടുക്കും ഇത് വെന്ത് വരാനൊക്കെ? ഒരു 10 മിനിറ്റ് വേവുന്ന ടൈമുണ്ടോ? നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു. നമ്മൾ ആദ്യം ചെയ്ത മസാലയും പിന്നെ രണ്ടാമത് നമ്മൾ എന്താ പറയുക, ഉള്ളിയും ഒക്കെ ഇട്ട് ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അടച്ചു വയ്ക്കണം. അടച്ചു വെക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു 10 മിനിറ്റ് നമുക്ക് ഇത് അടച്ചു വെച്ചാൽ ഈ ചിക്കൻ വെന്ത് വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന പ്രോസസ്സ്. ചിക്കൻ വേവണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലേ? 10 മിനിറ്റ് വേവട്ടെ. കാലൊക്കെ കഴിച്ചു തുടങ്ങി. കൊള്ളാം. കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഒട്ടും സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷല്ല അല്ലേ? ഭയങ്കര നല്ല വെളുവിളാന്നിരിക്കുന്നു. ഇതിൽ നമുക്ക് തൈര്. ഇത് പുളിക്ക് വേണ്ടിയിട്ടാണോ തൈര്? നമ്മൾ തക്കാളി ചേർത്തിട്ടില്ല. നമ്മൾ തക്കാളി ചേർക്കാത്തതുകൊണ്ട് ഇതിനകത്ത് തൈരാണ് കുറച്ച് നോർത്ത് ഇന്ത്യൻസ് കൂടുതലും തൈര് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീം ചേർക്കുന്നത് എന്തിനാണ്?
ക്രീം ഒന്ന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ, കറിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്രീം ചേർക്കുന്നത്. ഏകദേശം നമ്മുടെ കൊറിയാണ്ടർ ചിക്കൻ ഏതാണ്ടൊക്കെ ആയി, റെഡിയായി. ഏകദേശം നമ്മുടെ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. വ്യത്യസ്തമായ ചിക്കൻ കറി. ക്രഷ്ഡ് പെപ്പർ, കുരുമുളക് പൊടിച്ചത്. എരിവ് നമ്മൾ നോക്കിയിട്ട് ഓരോരുത്തരെ നമ്മുടെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പെപ്പറും നേരത്തെ എന്താ പറയുക പച്ചമുളകും ഒക്കെ ഇട്ട് കുറച്ച് നന്നായിട്ട് എരിവായിട്ടും ഇത് ചെയ്യാം. നല്ല ഒരു സുഗന്ധം ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. കസൂരി മേത്തി ഇത് എന്താ പറയുക നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ പ്രത്യേകതയാണ് കസൂരി മേത്തി എന്ന് പറയുന്നത്. തീ കുറയ്ക്കാൻ വേണം, തീ വേണേൽ കുറയ്ക്കാൻ. ഇനി ഇതിന് ഫൈനൽ ടച്ച് ആണോ ഈ കസൂരി മേത്തി എന്ന് പറയുന്നത്? കസൂരി മേത്തി ചേർക്കുക നമ്മൾ സെർവിങ് ഡിഷിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൊറിയാണ്ടർ ചിക്കൻ ആണ് ഇവിടെ ഏതാണ്ട് റെഡിയായി. നമ്മൾ ഇനി ഇത് എന്തിൻ്റെ കൂടെയൊക്കെ ചേട്ടാ കഴിക്കുന്നത്? ഇത് ബ്രെഡ്, ചപ്പാത്തി, ചോറിൻ്റെ കൂടെ അത്ര സുഖമല്ല. നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണ് കൂടുതൽ, റോട്ടി, നാൻ അങ്ങനെയുള്ളതിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കൊറിയാണ്ടർ ചിക്കൻ. ഇപ്പോൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അല്ലേ? അപ്പോൾ ഈ കൊറിയാണ്ടർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു റീക്യാപ്പ് കാണണ്ടേ? കണ്ടോളൂ. പാനിൽ എണ്ണ ചൂടാക്കി ജീരകം വറുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, സവാള എന്നിവ പാകത്തിന് ഉപ്പ് ചേർത്ത് വഴറ്റുക. ഇനി മല്ലിയില, കറിവേപ്പില, പച്ചമുളക് എന്നിവ നന്നായി അരച്ചു ചേർക്കുക. ചിക്കനും തൈരും ചേർത്ത് നന്നായി വേവിക്കുക. വെന്ത ശേഷം ഫ്രഷ് ക്രീം ചേർക്കുക. അല്പം കുരുമുളക് പൊടിയും കസൂരി മേത്തിയും ചേർത്താൽ കൊറിയാണ്ടർ ചിക്കൻ തയ്യാർ. അപ്പോൾ നമ്മുടെ കൊറിയാണ്ടർ ചിക്കൻ്റെ റീക്യാപ്പ് കണ്ടല്ലോ. ഇനി അടുത്ത സെഗ്മെന്റ് മധുരമാണ്. മധുരവുമായി ഇപ്പം ഇങ്ങ് വരാം. അതിന് ഒരു ചെറിയ ബ്രേക്ക്. അധികം സംസാരിക്കില്ല, സംസാരം കുറവാണ്. പച്ചമുളകിൽ ഇനി അടുത്ത സെഗ്മെന്റ് മധുരമാണ്. മധുരം സെഗ്മെന്റിൽ നമുക്ക് ഒരു പരീക്ഷണത്തിന് വേണ്ടി അബ്ദുൽ സലാം ചേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടാ, എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? നമ്മളൊരു പുഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. പുഡിംഗ് ആണ് ചെയ്യുന്നത്. ആപ്പിൾ വിത്ത് പൈനാപ്പിൾ പുഡിംഗ്. ആപ്പിൾ വിത്ത് പൈനാപ്പിൾ പുഡിംഗ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. എന്താണ് അതിന് വേണ്ടത്? മെയിൻ ആയിട്ട് വേണ്ടത് പാല്, പഞ്ചസാര, ആപ്പിൾ, ഇത് പൈനാപ്പിൾ, ഓക്കെ, ചൈന ഗ്രാസ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് അല്ലേ? കുക്കിംഗ് ഉണ്ടല്ലേ? അതെ, തുടങ്ങാം. നമുക്കതിലെ പാല് ഒഴിക്കാം. പാല് ഇതിപ്പം എത്ര ഇതുണ്ടാവും? 1 ലിറ്റർ പാലുണ്ടാവും. ഈ പാല് നന്നായിട്ട് തിളച്ച് വരണം അല്ലേ? ഓക്കെ, നമ്മൾ ഈ ശരിക്കും നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പുഡിങ്ങ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അല്ലേ? വീട്ടിൽ നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഇതിന്റെ പേര് എന്തായിരുന്നു? ആപ്പിൾ പൈനാപ്പിൾ പുഡിംഗ്. തിളക്കുന്നുണ്ടോ? പാല് തിളക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തു. ഓക്കെ, ഇതിപ്പോ എത്ര ലിറ്റർ പാലാണ്? അത് 1/2 ലിറ്റർ പാലില് അതിലേക്ക് ഇതിന്റെ പകുതി പഞ്ചസാര ചേർത്താം. ഒരു 1/4 കിലോ പഞ്ചസാര. 1/2 ലിറ്റർ പാലാണെങ്കിൽ കാല് വേണ്ടല്ലേ? പകുതി നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അതിന്റെ പകുതി. ഓക്കെ, ഇനി അടുത്തതിൽ ചേർക്കാനുള്ളത് ചൈന ഗ്രാസ് ആണ്. ചൈന ഗ്രാസ് ഇത് ഒന്നുകൂടി തിളച്ചിട്ട് നല്ലപോലെ തിളച്ച പാല് അതിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത്. ചൈന ഗ്രാസ് വെള്ളം വേണ്ടല്ലേ? വെള്ളം വേണ്ട. ഓക്കെ, അപ്പം അതിലേക്ക് തിളച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ചൈന ഗ്രാസ് നമ്മുടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ആ വെള്ളം ഒഴിവാക്കാം അല്ലേ? വെള്ളം വേണ്ട, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതിനി ഒന്നും കൂടെ തിളക്കാം. ചൂടിലൊന്ന് അലിഞ്ഞു വരും. മൊത്തം അലിഞ്ഞ് അതിനകത്ത് ഓൾറെഡി നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കുമാണ് നമ്മളിതിനകത്ത് എന്താ പറയുക ചൈന ഗ്രാസ് ചേർക്കും. നല്ല കട്ടിയായല്ലേ? നല്ല തിക്കായിട്ട് തണുക്കുമ്പോൾ ഒന്നുകൂടെ കട്ടിയാവും. ഓക്കെ, നമ്മളിത് മാറ്റി വെച്ച് ഇനി ഇതൊന്ന് വിളയിച്ചെടുക്കണം. ആപ്പിളും പൈനാപ്പിളും ഇത് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഇതിനി മാറ്റി വെക്കാം. ശരി, അടുത്ത് ഇതിന് തണുത്താലേ അതിൻ്റെ ഒരു അടുത്ത പരിപാടിയിലേക്ക് അത് പോകാൻ പറ്റുള്ളൂ. ഇതിൽ പഞ്ചസാര ചേർത്ത്
പഞ്ചസാര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പഞ്ചസാരയുടെ ഒരു സിറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം, അതിനുള്ള വെള്ളം മതി. ഓക്കെ, അപ്പോൾ പഞ്ചസാര സിറപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് സിറപ്പ് രൂപത്തിലായതിനു ശേഷമാണ് നമ്മൾ ഈ ഫ്രൂട്ട്സ് അതിനകത്തേക്ക് ഇടുന്നത്. അപ്പോൾ ഏകദേശം അത് സിറപ്പ് റെഡി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓക്കെ, ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഇതിനകത്തേക്ക് ചേർക്കാം. പൈനാപ്പിളും ആപ്പിളും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പഞ്ചസാര സിറപ്പായി വന്നതിന് ശേഷം ഇതിലേക്ക് ഫ്രൂട്ട്സ് രണ്ടും ചേർത്ത് കൊടുക്കാം. ആപ്പിൾ നമുക്ക് കുറച്ച് ഇത് കഴിഞ്ഞിട്ടിട്ടാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ആദ്യം പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായിട്ടൊന്ന് കുക്കിയതിന് ശേഷം നമ്മൾ ആപ്പിൾ ചേർത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ ആപ്പിൾ നമ്മൾ ഇനി അടുത്തത് ആപ്പിളാണ് ചേർക്കുന്നത്. പൈനാപ്പിൾ പുഡിങ്ങാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇത് വാടിപ്പോവില്ലേ ഈ ആപ്പിൾ? ഇല്ല ഇല്ല, ഇതിപ്പം ജസ്റ്റ് ഒന്ന് ബോയിലായി ജസ്റ്റ് ഒന്ന് പുഴുങ്ങി എടുത്താൽ മതി അല്ലേ? ഇനി വേണോ? വേണ്ട, നമുക്ക് ബൗളിലെ കുറച്ച് ഇതിലേക്ക് ഈ മിശ്രിതം അതിലേക്ക് ഒഴിക്കും. ഇപ്പോൾ ചൈന ഗ്രാസും പാലും പകുതി അതിൽ ഒഴിക്കും. തീ ഓഫ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പും ഫ്രൂട്ട്സ് വിട്ട് എന്താ പറയുക ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് കോരി നമ്മുടെ ഈ ഇതിലേക്ക് ഇടുന്നത് അല്ലേ? കുക്കിംഗ് ഞാൻ കാണാറ്, ടി വിയിലൊക്കെ കാണും. ഇഷ്ടമാണ്. കണ്ടിട്ട് സ്വയമുള്ള പരീക്ഷണങ്ങളാണ്. അങ്ങനെയുണ്ട്. അധികം സംസാരിക്കില്ല, സംസാരം കുറവാണ്. അപ്പം ഈ എന്താ പറയുക ഫ്രൂട്ട്സ് നമ്മൾ സിറപ്പ് വേണ്ടല്ലേ? സിറപ്പ് ഇനി വേണ്ട. ഈ സിറപ്പ് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ റെഡിയാക്കിയതാണ്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അതിലേക്ക് ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ആ ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്തേക്ക് ഇട്ടു. ഇനിയിപ്പം ബാക്കി ഉള്ള ചൈന ഗ്രാസും പാലും മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മുടെ കുക്കിംഗ് പാർട്ട് കഴിഞ്ഞു. ഇതാണ് നമ്മൾ പൈനാപ്പിൾ ആപ്പിൾ പുഡിംഗ് ആണ്. ഇനി ഇത് തണുപ്പിക്കണം. എത്ര നേരം തണുപ്പിക്കേണ്ടി വരും? 20 മിനിറ്റ് ഫ്രീസ് ചെയ്യണം. 20 മിനിറ്റ് ഇത് ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ശരിക്കും ഇതാണ് എന്താ പറയുക പൈനാപ്പിൾ ആപ്പിൾ പുഡിംഗ്. ഇനി ഇത് തണുപ്പിച്ച് ഒരു 20-25 മിനിറ്റോളം തണുപ്പിച്ചതിന് ശേഷമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചാലോ? ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താ പറയുക പൈനാപ്പിൾ പുഡിംഗ് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും ഒന്ന് തണുത്തതിന് ശേഷമേ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു റീക്യാപ്പ് കാണണ്ടേ? കണ്ടോളൂ. പാൽ പഞ്ചസാര ചേർത്ത് തിളപ്പിക്കുക. ഇതിൽ ചൈന ഗ്രാസ് അലിയിച്ചെടുക്കുക. ആപ്പിളും പൈനാപ്പിളും പഞ്ചസാരയിൽ വിളയിച്ചെടുക്കുക. തയ്യാറാക്കിയ ഫ്രൂട്ട്സും പാലും യോജിപ്പിച്ച് 20 മിനിറ്റ് തണുപ്പിക്കുക. ആപ്പിൾ വിത്ത് പൈനാപ്പിൾ പുഡിംഗ് തയ്യാർ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുഡിങ്ങിന്റെ റീക്യാപ്പ് കണ്ടല്ലോ. ഇതാണ് നമ്മുടെ എന്താ പറയുക പൈനാപ്പിൾ പുഡിംഗ് നമ്മൾ തണുപ്പിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മധുര സെഗ്മെന്റിലെ ഇന്നത്തെ ഐറ്റം. ഓക്കെ ചേട്ടാ, താങ്ക് യു. തീർന്നില്ല, ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. എവിടെയും പോകരുത്, ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട്. ബ്രേക്കിന് ശേഷം ഞാൻ എൻ്റെ മക്കാനിയുമായിട്ട് ഇപ്പം തിരിച്ചെത്താം. ഹാവ് എ ഷോട്ട്.